ഏത് നേരത്താണോ നിന്റെ വിശ്വസിച്ച് എനിക്ക് വാക്ക് തരാൻ തോന്നിയത്? എന്തൊക്കെയായിരുന്നു അവളുടെ പൊങ്ങച്ചം. ലേഡി സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. മലയാള സിനിമയിലെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾക്കും ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. എടി, ഒരു കല്യാണ പെണ്ണിനെ മര്യാദയ്ക്ക് ഒരുക്കാൻ പോലും അറിയാത്ത നീയാണോ? അവളുടെ ഒരു പൊങ്ങച്ചം. ഉഫ്. നിന്നെ നിന്റെ ബ്യൂട്ടി സ്പൈ കെട്ടിച്ചില്ലെങ്കിൽ ഈ അംബികയുടെ പേര് നീ മാറ്റിയിട്ടോ. നിന്റെ കരിയറിന്റെ എന്റെ അവസാനമാണ് ഇത്. ഇതെന്റെ കുറ്റമല്ല മാഡം, സത്യമായിട്ടും ഇതെന്റെ കുറ്റമല്ല. കൃതിക മാഡത്തിന് ആ സ്പ്രേ പിടിക്കാഞ്ഞിട്ട. കൃതിക മാഡം ഒരുപാട് മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് മാഡത്തിന്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവാ. അതുകൊണ്ട്. ഓ പിന്നെ, അപ്പൊ സ്ഥിരം മേക്കപ്പ് ചെയ്യുന്നവർക്കൊക്കെ പോത്തിന്റെ സ്കിന്നാണോ? നീ വലിയ വർത്താനം പറയാതെ അവളുടെ മുഖം വൃത്തിയാക്കാൻ നോക്ക്. ഈ കോലത്തെ ഞാൻ ഇവളെ എങ്ങനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും? നിന്നെ ഞാനിന്ന് കൊല്ലുപടി. ശേഖര, എടാ ശേഖര. ചേച്ചി, ശിവൻ. ചേച്ചി, ചേച്ചി ഒന്ന് സമാധാനപ്പെടാനോ? എടി, ഇവളുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ നീ? എന്താ ചേച്ചി, എന്താ പ്രശ്നം? എടാ, ഞാൻ നിന്നെയാണോ വിളിച്ചത്? ശേഖരനെ അല്ലേ? ഹൃതിക്ക് എന്ത് പറ്റി? ഇവനെന്തിനാ കരയുന്നത്? എടാ, ഡോക്ടർ ഒന്ന് വിളിക്ക്. ശേഖരേട്ടാ, ഋതുമോളുടെ മുഖത്താണെങ്കിൽ പൊള്ളലേറ്റ പോലെ പാടുകൾ വീണു തുടങ്ങി. ഇനി എന്തായാലും ആ ഒരു കാരണം കൊണ്ട് പ്രതാപേട്ടൻ ഈ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു യാമിനി. അതാണ് എന്റെയും പ്രാർത്ഥന. ശേഖരേട്ടാ, നമുക്കൊന്ന് ഡോക്ടറെ വിളിച്ചാലോ? ഏയ്, ഞാന് ഒന്ന് ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഈ പറയുന്ന ആഫ്റ്റർ സ്പ്രേ ചിലർക്ക് അലർജി ഉണ്ടാക്കുമെന്നും 1-2 ദിവസത്തേക്ക് ചെറിയ പിമ്പിൾസ് പോലെ കുറച്ച് കുരുക്കൾ രൂപപ്പെടുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇതത്ര സീരിയസ് ആയ പ്രശ്നമൊന്നും അല്ല. നമ്മളിപ്പോ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന ഡോക്ടർ ഇത് സാരമില്ലെന്ന് പറഞ്ഞ അതൊരു പ്രശ്നം. അംബിക ചേച്ചി അതൊരു അവസരമാക്കി വിവാഹം നടത്താൻ നോക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഐസ് ക്യൂബ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഋതുമോളോട് ഒന്ന് പറ, അധിക നേരം ഐസ് ക്യൂബ് ഒന്നും മുഖത്ത് വെക്കണ്ടെന്ന്. ശരി ശേഖരേട്ടാ, ഞാൻ പറയാം. ആ ചെല്. യാമിനി, സുഖല്ലേ? സുഖായിരിക്കുന്നു ചേച്ചി. ചേച്ചി ഇപ്പൊ വന്നേ ഉള്ളൂ? ഞാനിപ്പോ എത്തിയുള്ളൂ. ചേച്ചി എന്തെങ്കിലും കുടിക്കാൻ വേണോ? കുടിക്കാനൊന്നും വേണ്ട. ചേച്ചി ഒരു കാര്യം ചെയ്യ്, മുകളിലേക്ക് വെക്കോ. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി. ഞാൻ വരണോ ചേച്ചി? വേണ്ട, ഞാൻ പൊക്കോളാം. ശരി ശരി എന്നാ. ചെല്. സത്യാണോ യാമിനി മാഡം പറയുന്നത്? അതെ രാധമേ, സത്യത്തില് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങി മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. യാമിനി മാഡം, സത്യം പറഞ്ഞ എന്റെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം തന്നെയാണെന്ന് മാഡത്തിനും അറിയാവുന്നതല്ലേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോന്റെ കുഴപ്പം കൊണ്ടല്ലേ എല്ലാം ഇങ്ങനെയായി പോയത്. അല്ല, ഋതികമ്മയുടെ മുഖത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ യാമിനിയോട് പറയായിരുന്നു, ഇതൊരു അവസരമാക്കി നീങ്ങിയാലേ നമുക്ക് ഈ വിവാഹം 1-2 ദിവസത്തേക്ക് മുമ്പോട്ട് നീക്കി വെച്ചിട്ട് വിവാഹം നടത്താതിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോന്ന് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. എന്നാ നമുക്ക് പോയി ഋതികമ്മോളെ കണ്ടാലോ വേണുട്ടാ? ഏയ്, അത് വേണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയാ അവിടെ ഉറപ്പായിട്ടും അംബികാമ്മയുടെ ദീപക് സാറും ഉണ്ടോ? അല്ലേ ശേഖർ സാറേ? അതേ വേണുട്ടാ, അവരവിടെ റൂമിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പൊ അവിടേക്ക് പോയാൽ ശരിയാവില്ല. ഞങ്ങൾ തന്ത്രപരമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിവാഹം 1-2 ദിവസത്തേക്ക് നീക്കി വെക്കാനുള്ള ശ്രമവും നടത്തി നോക്കാം. ഞങ്ങളിപ്പോ ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നതാ. ഞങ്ങളിന്റെ റൂമിലേക്ക് കയറുക. തൽക്കാലം ഇതാരോടും പറയണ്ട. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. യാമിനി, നീ ഇപ്പൊ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് വാ. ശരി.
ദേവക്കെ എന്തു പറ്റിയടാ? എന്തേലും പ്രശ്നമുണ്ടോ? നീ എന്താ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞത്? പ്രശ്നം ആയനടാ, പക്ഷെ അമ്മ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ നിങ്ങളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ടാ. എന്താടാ ആ രാജു, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഹേയ്, അവനെ നിലത്ത് നിർത്താതെ ഓരോ ജോലികള് അവനെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താടാ പ്രശ്നം? മച്ചാ, അതെ, ഋതികയുടെ മുഖത്ത് മേക്കപ്പ് പിടിക്കാഞ്ഞിട്ട് ചെറിയ കുറച്ച് തടുപ്പും അവൾക്കൊരു അലർജി. അയ്യോ, അപ്പോ ആ മുഖമായിട്ട് ഋതിക എങ്ങനെ മണ്ഡപത്തിൽ വരും? അതിനൊക്കെ അമ്മ വഴിയുണ്ടാക്കി. എന്തു വഴി? എടാ, നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോ ഒരു കല്യാണത്തിന് പോയത് ഓർക്കുന്നില്ലേ? എടാ, നമ്മുടെ ബാച്ച് മേറ്റ് ഭരത് ബ്രോയുടെ. ആ അന്ന് ആ ചെക്കനെയും പെണ്ണിനെയും എങ്ങനെയാണ് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഓ, ഈ മുല്ലപ്പൂ ഒക്കെ ഇട്ട് മുഖം മാസ്ക് ചെയ്ത്. അത് ഇവിടെ പെണ്ണിന്റെ മുഖം മാത്രം അങ്ങനെ നമ്മളൊന്ന് മാസ്ക് ചെയ്തു. ആ ഐഡിയ കലക്കിളിയാ. ഇനി അങ്ങോട്ട് എന്റെ കാലാടാ മോനെ. ഋതികയെ ഞാൻ താലി കെട്ടിക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയായി പ്രതാപൻ അമ്മാവൻ എന്നെ പ്രഖ്യാപിക്കും. എന്റെ പട്ടാഭിഷേകം നാടറിയെ മുറ്റം നിറയെ കൊമ്പനാനകളും വാദ്യമേളങ്ങളുമായി ഒരു ഉത്സവമായി നടത്തും.